ഞാനും എൻ്റെ ഭാര്യയും മൂത്ത മോന് വീട്ടിലുണ്ടായിരുന്നില്ല. അനിയത്തിന്റെ വീട്ടിലാണ് താമസം. 2-3 ദിവസമായി നമ്മൾ അവിടെ തന്നെയായിരുന്നു. പകല് ഒരു 3:15 അടുത്തുള്ള വീട്ടിലെ ഒരു പയ്യനെ വിളിച്ച് വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫയർഫോഴ്സ് വന്നിങ്ങനെ അണിക്കുന്നുണ്ട്. പുലർച്ചക്ക് 3:13 എനിക്ക് ഫോൺ വന്നതിന് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫയർഫോഴ്സൊക്കെ തീ അണയ്ക്കുന്നത് കണ്ടു. എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇവിടെ ആരാ ഉണ്ടായിരുന്നത്? എൻ്റെ ഇളയ മകൻ അഭിഷേക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു? അതെ, അഭിഷേക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അഭിഷേകിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്താണ് മകൻ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ? അതെ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ വെളിയിലെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭാര്യയോടൊക്കെ എന്നോടൊക്കെ മോശമായിട്ട് പെരുമാറുകയും അസഭ്യം പറയലും ഒക്കെ ഉണ്ടായിരുന്നു. അത് പേടിച്ചിട്ട് ഞങ്ങൾ മാറിയെന്നാണ്. ഒരു ദിവസം മകനെ പേടിച്ചിട്ടാണ് ഈ വീട്ടിൽ താമസിക്കാത്തത്? മകനെ പേടിച്ചിട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ വൈഫിനോട് പറഞ്ഞു പൈസ ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ റൂമിലിട്ട് കത്തിച്ച് കളയുന്നൊക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നെ അത് ഭയന്നാണ് ഞങ്ങൾ 2-3 ദിവസത്തേക്കും അനിയത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ താമസം മാറിയത്. ആ സമയത്തൊക്കെ അവനാണ് ഇവിടെ തനിച്ച് താമസം. ഇങ്ങനെ പതിവായിട്ട് ഇങ്ങനെ നിങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ട്? ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു തവണ ഞങ്ങൾ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് വാണിംഗെല്ലാം കൊടുത്തിട്ട് പോയതാണ്. ഇപ്പോ ആ രീതിയിൽ കത്തിച്ചത് തന്നെയാണെന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്? സംശയമുണ്ട്, കൃത്യമായിട്ട് പറയാനും പറ്റില്ല. അവനോട് ചോദിച്ചപ്പോൾ ഞാൻ വരുമ്പോൾ ഇങ്ങനെ കത്തിക്കൊണ്ടെന്ന് ഇരിക്കുകയാണെന്ന് പറഞ്ഞത്. കത്തിച്ചാണെന്ന് സമ്മതിച്ചിട്ടില്ല. എന്തെങ്കിലും ലഹരി, ഈ ഭാഗത്തെ ലഹരി വിൽപ്പന സംഘം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട് കൂട്ടുകാർ അവനുണ്ട്. നിരന്തരം വീട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങളത് നിർത്തലാക്കിയിരുന്നു. പിന്നെ അതിന്റെ വൈരാഗ്യമൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ വരെ ഒരു കാറിൽ വന്ന് അവനെ കൂട്ടിയിട്ട് പോകുകയത്. അപ്പൊ ലഹരിയുടെ സംഘത്തിൽ പെട്ട് തന്നെയാണ്. മകനും നഷ്ടമായി, ഇപ്പൊ വീടും ഈ രീതിയിലേക്കുള്ള ഒരു വലിയ പ്രയാസമായി. അതെ, വലിയ പ്രയാസം തന്നെയാണ്. കുടുംബം ആകെ ഒരു വിഷമത്തിലാണുള്ളത്. പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടാണ്. കർശനമായ നടപടി വേണം എന്ന് തന്നെയാണ് ഒരു പിതാവ് എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക്? ആ മകനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, പോലീസിന് പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. മറ്റുള്ള ഇതുപോലെ കുട്ടികൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. തിരിച്ചു എന്നാൽ അത്രയ്ക്ക് നല്ലത്. അത് പോലീസ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ ആയിക്കരയിൽ യുവാവ് വീടിന് തീവച്ചു. ആയിക്കര സ്വദേശി അഭിഷേകിനെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. രക്ഷിതാക്കളോട് പണം ചോദിച്ചിട്ടും കൊടുക്കാത്തതിനെ തുടർന്നാണ് വീടിന് തീവച്ചത്. തീവച്ചു കൊല്ലുമെന്ന ഭീഷണിയെ തുടർന്ന് വീട്ടിൽ നിന്ന് മാറി താമസിച്ചു വരികയാണെന്ന് അഭിഷേകിന്റെ അച്ഛൻ രാജേഷ് കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ആയിക്കര സ്വദേശി അഭിഷേകിനെ തീവച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? സംഭവം തന്നെയാണ് ഇന്ന് കണ്ണൂർ ആയിക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ആയിക്കരയിലെ രാജേഷിന്റെ വീട് കത്തി നശിച്ചു എന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് രാവിലെ ഈ നാട് ഉണർന്നത്. വീട് എങ്ങനെ കത്തി എന്നതിൽ ആ സമയത്തൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണോ, എന്താണ് ഈ വീട് കത്താൻ കാരണം എന്നുള്ളതിനെ കുറിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. രാജേഷിന്റെ മകൻ അഭിഷേകാണ് ഈ സംഭവ സമയത്ത്, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ അഭിഷേക് മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അഭിഷേകിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിന്റെ ഒരു ചുരുൾ അഴിയുന്നത്. അങ്ങനെ അഭിഷേക് ഈ വീടിന് തീവച്ചതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് സിറ്റി പോലീസ് എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും അഭിഷേക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ തീ കത്തുന്നത് കണ്ടു എന്നാണ് ഈ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കിടപ്പ് മുറിയാണിത്. ഈ കിടപ്പ് മുറി പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അഭിഷേക് മാത്രമാണ് ഈ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത്. നേരത്തെ രാജേഷുമായി നമ്മൾ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ വീട്ടുകാർ പറയുന്നത് അഭിഷേക് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ പോലീസ് പറയുന്നത് ഈ അഭിഷേകിനെ ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അഭിഷേക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില മൊഴികളാണ് പോലീസ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയും. നേരത്തെ രാജേഷ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ സംസാരിച്ചതാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് മകൻ ഇവിടെ ഉണ്ടായിരുന്നു, നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയാണ് രാജേഷ് നമ്മളോട്
വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ആയിക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വീട് പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഈ ലഹരി മാഫിയ സംഘത്തിന്റെ ഒരു താവളം എന്നുള്ള രീതിയിലേക്ക് കൂടി പരാതികൾ ഉയരുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പരാതി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജേഷും നമ്മളോട് ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, അതോടൊപ്പം തന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി രാജേഷ് നമ്മളോട് പറഞ്ഞു. അതായത് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, മകന്റെ ഭീഷണി മൂലം തനിക്കും ഭാര്യയ്ക്കും ഈ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് സഹോദരിമാരുടെയും സഹോദരന്റെയും ഒക്കെ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഒരു അച്ഛന് വളരെ സങ്കടത്തോടുകൂടി കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നടപടികളൊക്കെ ഇപ്പോൾ എടുത്തു വരികയാണ്. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 1000, 2000 ഒക്കെ നിരന്തരം ഈ അഭിഷേക് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് രാജേഷ് വ്യക്തമാക്കുന്നത്. അത് കൊടുക്കാതപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വീടിന് തീ വെച്ച് കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണി നിരന്തരം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ആ അമ്മ ഇപ്പോഴും ആ മകനൊന്നും പറ്റരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം അച്ഛനും അമ്മക്കും മക്കൾ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്ന് നമുക്ക് അറിയാം. ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ മകനെ ഇങ്ങനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ അവർ എന്നിട്ട് പോലും ആ മകനെ തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പൊ എന്തായാലും രാജേഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, പോലീസ് ആ മകനെ നേരെയാക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ തന്നെ മാറ്റി മകനെ തങ്ങൾക്ക് തിരിച്ചു തരികയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് രാജേഷും പറയുന്നത്. എന്തായാലും ഈ വീടുമായി ബന്ധപ്പെട്ട് വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വീടിനുണ്ടായിട്ടുണ്ട്. വീടിന്റെ കിടപ്പുമുറി പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. വീടിന്റെ ഈ പുറത്തു ഭാഗത്ത് അടക്കം തീ പടർന്നിരുന്നു. പുലർച്ചെ തീ പടർന്നത് കണ്ട് സമീപവാസികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. വലിയ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിലാണ് ഇപ്പോൾ ഈ അഭിഷേക് തീ വെച്ച് നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഭിഷേകിനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം സിറ്റി പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് അഭിഷേകിനെ കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് ചോദ്യം ചെയ്തതും. സിറ്റി ഇൻസ്പെക്ടർ ഇ കെ ഷിജു, SI എം പ്രശോഭ്, ASIമാരായ റഹീസ്, ജ്യോതിഷൻ എന്നിവരാണ് ഈ അന്വേഷണം നടത്തിയത്. പോലീസ് ഇവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തിയത്. നേരത്തെ ഫയർഫോഴ്സും ഇത്തരത്തിലൊരു സംശയം രേഖപ്പെടുത്തിയിരുന്നു നമ്മളോട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഫയർഫോഴ്സിനോട് നമ്മൾ ചോദിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ ഒരു സാധ്യത ഈ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫയർഫോഴ്സിനോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയം ഫയർഫോഴ്സും പ്രകടിപ്പിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ ഒരു സൂചനകളൊന്നും അവിടെ കണ്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫയർഫോഴ്സും പറഞ്ഞത്. അപ്പോൾ പോലീസിന്റെ ഒരു അന്വേഷണത്തിലാണ് അഭിഷേക് ആവാം ഇതിന്റെ തീ വെച്ചത് എന്നുള്ള നിഗമനത്തിൽ ഇപ്പോൾ അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രതിഭ.